കുറച്ച് ദിവസങ്ങളായിട്ട് നാജിലുണ്ടെങ്കിൽ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. താനുണ്ടെങ്കിൽ ഇതെനിക്ക് ഇനി ഷാനിനോട് തിരിച്ചു പോകാൻ താല്പര്യമില്ല, ഷാന് വേറെ ഒരാളുമായിട്ട് ബന്ധമുണ്ട്, അതെനിക്ക് മനസ്സിലായി, അങ്ങനെ തന്നെ പോകുന്നത് തന്നെയാണ് നല്ലൊരു കാര്യം. താനുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പോകാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ തനിക്ക് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, താനുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞു തരണം. അതുണ്ടെങ്കിൽ ഏത് രീതിയിലും ആയിക്കോട്ടെ, അതൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ പിരിഞ്ഞു തരണം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അതെന്താ അങ്ങനെ, ഇതേ കണക്ക് ഒന്നും കൂടെ നിങ്ങൾ ഒന്നിച്ച് ജീവിച്ച് പോയിക്കൂടെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിൽ നാജിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഷാൻ ഉണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും ഭയങ്കരമായിട്ട് മദ്യപാനമൊക്കെയാണ്, അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഒരു ജോലിക്കും പോകാത്തുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, ജോലിക്ക് പോയി എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് തന്നാൽ മാത്രമേ ജീവിക്കാൻ കഴിയത്തുള്ളൂ, അതല്ലാതെ ഇതേണെങ്കിൽ ഷാൻ്റെ ഉമ്മ തരുന്നത് കൊണ്ട് പൈസയും കൊണ്ടുപോയി മദ്യപിക്കുകയൊക്കെ ചെയ്യുകയാണ്, അതുകൊണ്ട് തന്നെ ജീവിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം കാര്യം നിൽക്കാൻ കഴിയും, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കളുടെ കാര്യം നോക്കി പോകുന്നുണ്ട്, എനിക്കുണ്ടെങ്കിൽ ആരെയും സഹായം ഇനി ആവശ്യമില്ല, അതോടെ തന്നെ എന്നെ ഇനി ശല്യം ചെയ്യരുതെന്നുള്ള രീതിയിലായിരുന്നു നാജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധമില്ലെന്നുള്ള രീതി തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടേ ഇരിക്കുന്നത്.